ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറ്റ് കിണ്ണത്തപ്പാട്ടോ. കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് പഞ്ഞിക്കെട്ട് പോലത്തെ കിണ്ണത്തപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് 3 കപ്പ് അരിപ്പൊടി, ഒട്ടും തന്നെ തരിതരിയില്ലാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇടിയപ്പത്തിന്റെ പൊടി ഉണ്ടല്ലോ, അതായാലും മതി. പിന്നെ ടേസ്റ്റ് വേണ്ടിയിട്ട് പഞ്ചസാരയുണ്ട്, മിൽക്ക് മെയ്ഡും ഉണ്ട്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, പിന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡാണ്. പിന്നെ 1 മുറി തേങ്ങയുടെ 1/4 പാലാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഏലക്ക, പഞ്ചസാരയും കൂടെ നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ജീരകം, കാഷ്യൂനട്ട്. ഇത്രയും ഐറ്റംസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസ് മിക്സിയുടെ ജാറാട്ടോ യൂസ് ചെയ്യണത്. ഇനി 3 കപ്പ് നമുക്ക് അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബൗളിൽ ഞാൻ 4 കപ്പാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ ഞാൻ ചേർക്കുന്നത് 3 കപ്പ് അരിപ്പൊടിയാണ്. ഞാൻ വീണ്ടും പറയാണ്, തരിതരി ഇല്ലാത്ത അരിപ്പൊടി വേണം കേട്ടോ. പിന്നെ പഞ്ചസാര നമുക്ക് മൊത്തമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്ര മധുരം ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ 1/4 പാലാണ് ചേർക്കാൻ പോണേ. അത് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരു 2-3 കറക്കൽ എന്തായാലും കറക്കിയാലേ നമുക്ക് നല്ല തിൻ പരുവം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് മാറ്റി വെക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചതാണ് ചേർക്കണത്. അത് ഞാൻ മൊത്തമായിട്ട് തന്നെയാണോ ചേർക്കണത്. നമ്മൾ അപ്പം സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ ഏലക്കയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ്, 1 കപ്പ് മിൽക്ക് മെയ്ഡ് ഒന്ന് ചേർക്കുവാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ 2 കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ലേശം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കറക്കൽ കറക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ട് മഴയുടെ ആ ഒരു നോയ്സ് ഉണ്ടാവും. കണ്ടില്ലേ, ഇതേ ഒരു പരിവാണ് വന്നേക്കണത്. ഇനി നമ്മൾ ഒരു 2-3 കറക്കലും കൂടെ കറക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്തായാലും നമുക്ക് ആ ഒരു വെള്ളപ്പരുവും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അത്ര തിക്നെസ് നമുക്കിതിന് വേണ്ട, കാരണം ഒരു അപ്പം സ്റ്റൈൽ ഉണ്ടാക്കാൻ നേരത്ത് തിക്നെസ് നമുക്ക് ഒട്ടും തന്നെ വേണ്ട. അതുകൊണ്ടാണ് കണ്ടില്ലേ, 2ാമത്തെ കറക്കലും കൂടെ കറങ്ങിയപ്പോൾ കുറച്ചൊന്ന് ആ ഒരു വെള്ളമയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 3ാമത്തെ പ്രാവശ്യം കൂടെ ഒന്ന് കറക്കി കൊടുക്കാം. കണ്ടില്ലേ, ആ ഒരു മൂവ്മെന്റ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ വെള്ളപ്പരുവ് ആവാറായിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളപ്പരുവ് നന്നായിട്ടായിട്ടുണ്ട്, ഒട്ടും തന്നെ തിക്നെസ് ഇല്ല. ഇനി നമ്മളൊരു അരമണിക്കൂർ പാത്രം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് ഇനി തുറന്ന് നോക്കുവാണ് എന്തെങ്കിലും തിക്നെസ് എങ്ങാനും ഉള്ളിലുണ്ടോ എന്നുള്ളത്. ഒട്ടും തന്നെ തിക്നെസ് ഇല്ല, വെള്ളം പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തിക്നെസ് ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല തിൻ പരുവായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി സ്റ്റീമറിൽ ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കാണ്. നമുക്കൊന്ന് മൂടി വെക്കാനുള്ളത് ഇത്, അല്ലെങ്കിൽ മറ്റേ ആ ഒരു പ്ലേറ്റ് ഇഡ്ഡലിയുടെ തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. എനിക്ക് കംഫർട്ടബിൾ ഇതാണ്, അപ്പം അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ഇനി നമ്മൾ ഒരു ചെറിയൊരു കിണ്ണത്തിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റീമർ ചെറുതായതുകൊണ്ടാണ് ഞാൻ ചെറിയ കിണ്ണം യൂസ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് വലുതാണെങ്കിൽ വലിയ കിണ്ണം എടുക്കാം, അത് കാണാനൊരു ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാഷ്യൂവും ജീരകവും ഒക്കെ ഞാനൊന്ന് ചേർക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാമും ചെയ്യാം, അങ്ങനെ റേസിൻസ് ഉണ്ടെങ്കിൽ റേസിൻസ് ഒക്കെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കടിക്കാൻ നേരത്ത് നല്ല രസമല്ലേ, ഒരു പുളിയും നല്ല രസമല്ലേ. ഇനി നമുക്കൊന്ന് ഒരു 25-30 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഞാനിനി ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുവാണ്. നന്നായിട്ട് ഒരു 30 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം എൻ്റെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, നന്നായിട്ടൊന്ന് വെന്തു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടത്തിൻ്റെ കോലാട്ടം എടുക്കണേ. അപ്പം നന്നായിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല എങ്കിൽ കണ്ടോ, പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു
15 മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കുവാണ്. എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് പല പല ഷേപ്പിൽ ചെയ്യാം കേട്ടോ. സർക്കിളിലോ ട്രയാങ്കിളിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറിലോ പിള്ളേർക്ക് ഏത് രീതിയിലാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ. കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കി. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ സോഫ്റ്റായി കിണ്ണത്തപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിള്ളേരൊക്കെ കട്ട വെയിറ്റിംഗ് ആയിരിക്കും. പിള്ളേർക്കൊക്കെ മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. കാരണം എൻ്റെ പിള്ളേരെല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് എന്നോട് പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.